പ്രിയ വിദ്യാർത്ഥികളെ, ഒന്നാം വർഷ ജിയോളജി ക്ലാസ്സിലെ ഒറിജിൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട്. അതിലെ അറ്റ്മോസ്ഫിയർ എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയർ എല്ലാവർക്കും അറിയാം എന്താണ് അറ്റ്മോസ്ഫിയർ എന്ന്. അന്തരീക്ഷം. The earth is surrounded by a blanket of air called the atmosphere, which is a mixture of gases. ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന വാതകമണ്ഡലമാണ് അന്തരീക്ഷം. ഭൂമിയുടെ മുകളിൽ കാണപ്പെടുന്ന വാതകമണ്ഡലത്തെ നമുക്ക് അന്തരീക്ഷം എന്ന് വിളിക്കാം. ശരിക്കും നമ്മളൊരു പുതപ്പ് പോലെ കാത്തു സൂക്ഷിക്കുന്ന, ഭൂമിയെ ഒരു പുതപ്പ് പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ പ്രധാനപ്പെട്ട കണ്ടൻസുകളാണ്, പ്രധാനപ്പെട്ട പദാർത്ഥങ്ങളാണ്, അന്തരീക്ഷത്തിലുള്ള പ്രധാനപ്പെട്ട പദാർത്ഥങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗോൺ, നിയോൺ തുടങ്ങിയ വാതകങ്ങൾ, വാട്ടർ വേപ്പർ, മീഥേൻ തുടങ്ങിയതൊക്കെ. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. 78%, 21% ഓക്സിജൻ വരുന്നുണ്ട്. ബാക്കി എല്ലാം കൂടി ചേർന്നതാണ് ഏകദേശം 1% വരുന്നത്. പക്ഷേ അതിലുണ്ടാകുന്ന മാറ്റം നമ്മുടെ അന്തരീക്ഷത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇതിന് പുറമെ സോളിഡ് മെറ്റീരിയൽസ് ഉണ്ട്. അഡീഷൻ ടു ദിസ്, സോളിഡ് മെറ്റീരിയൽസ് ഈസ് വെരി സ്മോൾ പാർട്ടിക്കുലേറ്റ്സ്. വളരെ ചെറിയ സോളിഡ് മെറ്റീരിയൽസ് ഉണ്ട്. ഡസ്റ്റ്, സോയിൽ സാൾട്ട്, ആഷ്, ഓൾക്കാനിക് ആഷ്, പോളൻസ്, അവയെ വിളിക്കുന്ന പേര് പാർട്ടിക്കുലേറ്റ്സ് എന്ന് വിളിക്കും. വെരി സ്മോൾ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ. ടൈനി ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഉണ്ട് ഇതിൽ. അതിനെ വിളിക്കുന്ന പേരാണ് ഐറോസോൾസ്. ടൈനി ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് കാൾഡ് ഐറോസോൾസ്. ഇതൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഗ്രാവിറ്റി എന്ന് പറയുന്ന പ്രതിഭാസമാണ്. ഭൂമിയുടെ എല്ലാ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ആകർഷണ ബലത്തെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ എന്ന് പറയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷം നിലനിൽക്കുന്നത്. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. ബാരോമീറ്റേഴ്സ് യൂസ്ഡ് ടു മെഷർ ദ എയർ പ്രഷർ. ദ ടിപ്പിക്കൽ പ്രഷർ അറ്റ് സീ ലെവൽ ഈസ്, നമ്മുടെ സീ ലെവലിലുള്ള അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള പ്രഷർ ഏകദേശം 1013.25 മില്ലിബാറാണ്. അതിന് നമ്മൾ ഒരു അന്തരീക്ഷമർദ്ദം എന്ന് വിളിക്കും. ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയും. നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ മില്ലിബാറിലാണ് പറയുക. ബാരോമീറ്ററാണ് അത് ഉപയോഗിക്കുന്ന ഉപകരണം. അത് അളക്കുന്ന ഉപകരണം ബാരോമീറ്ററാണ്. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന വാതകമണ്ഡലമാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ മേലെ കാണപ്പെടുന്ന വാതകമണ്ഡലമാണെന്ന് പറഞ്ഞു. ഈ വാതകമണ്ഡലം അങ്ങ് ഉയരത്തിലേക്ക് പോയിട്ട് ശൂന്യാകാശത്തിലേക്ക് അങ്ങനെ വ്യാപിച്ചു പോകും. അപ്പോൾ വെർട്ടിക്കലായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് കുറേ ലെയറുകളുണ്ട്. ആ ലെയറുകളെ കുറിച്ചിട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. പ്രധാനമായിട്ടും 2 ലെയറുകളാണുള്ളത്. ഒന്ന് ഹോമോസ്ഫിയർ, ഒന്ന് ഹെറ്ററോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു 100 കിലോമീറ്ററിനുള്ളിലാണ്. ആ 100 കിലോമീറ്ററിന് മുകളിൽ ഉള്ള ഭാഗത്തെ നമ്മൾ ഹെറ്ററോസ്ഫിയർ എന്ന് വിളിക്കാറുണ്ട്. 100 കിലോമീറ്റർ താഴെയുള്ള ഭാഗത്തെ ഹോമോസ്ഫിയർ എന്ന് പറയും. ഇപ്പോൾ ഭൂമിയുടെ നേരെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന വാതകമണ്ഡലമാണ് അന്തരീക്ഷം എന്ന് പറയും. അന്തരീക്ഷത്തിൻ്റെ താഴത്തെ ഭാഗത്തെ നമുക്ക് ഹോമോസ്ഫിയർ എന്ന് പറയാം. 100 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ ഹെറ്ററോസ്ഫിയർ എന്ന് പറയാം. ഈ ഹോമോസ്ഫിയറിനെ തന്നെ ചെറിയ ലെയറുകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഏറ്റവും താഴെ കാണുന്നത്, ഏറ്റവും ഭൂമിയുടെ തൊട്ട് അടുത്ത് കാണുന്നത് ട്രോപ്പോസ്ഫിയറാണ്. പിന്നെ അതിന് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, അതിന് മുകളിൽ മീസോസ്ഫിയർ, അതിന് മുകളിൽ തെർമോസ്ഫിയർ ആൻഡ് അയണോസ്ഫിയർ, ദെൻ എക്സോസ്ഫിയർ. ഈ തെർമോസ്ഫിയറൊക്കെ ആകുമ്പോഴേക്ക് അത് ഹെറ്ററോസ്ഫിയറിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഹോമോസ്ഫിയറിൻ്റെ അടുത്ത ഭാഗം ഹെറ്ററോസ്ഫിയർ. ഒരു ചിത്രമുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ.
അതൊന്ന് നോക്കുന്നത് പിന്നെ നന്നായിരിക്കും. ഫിഗർ 2.13 ലെയേഴ്സ് ഓഫ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണത്, വെർട്ടിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഇനി ട്രോപ്പോസ്ഫിയർ എന്താണെന്ന് നോക്കാം. ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. ദ ലോവസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആണ്. ഹോമോസ്ഫിയറിൻ്റെ ഭാഗമാണ്. ഹോമോസ്ഫിയറിലെ ഏറ്റവും താഴെപ്പെടുന്ന ഭാഗമാണ്. ടെമ്പറേച്ചർ ജനറലി ഡിക്രീസസ് വിത്ത് ഹൈറ്റ്. ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ ഊഷ്മാവ് കുറഞ്ഞു വരുന്ന ഭാഗമാണിത്. ട്രോപ്പോസ്ഫിയർ ഏകദേശം ഒരു 18-20 കിലോമീറ്റർ വരെ ഇക്വേറ്റർ പ്രദേശങ്ങൾ, ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ 18 മുതൽ 20 കിലോമീറ്റർ വരെയാണ്. എന്നാൽ പോൾസിൽ, ധ്രുവമേഖലയിൽ അത് 7 കിലോമീറ്റർ വരെയുള്ളൂ. കെമിക്കൽ കോമ്പോസിഷൻ ഏകദേശം യൂണിഫോമായിട്ടാണ് അറിയപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയർ വാമസ്റ്റ് നിയർ ദ ഗ്രൗണ്ട്. നമ്മുടെ ഉപരിതലത്തിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശമായിരിക്കും ട്രോപ്പോസ്ഫിയർ. അതിന് മുകളിലേക്ക് പോകുന്നിടത്തോളം, ഉയരം കൂടുന്നിടത്തോളം ഊഷ്മാവ് കുറഞ്ഞു വരിക. വലിയ കുന്നിൻ്റെ മുകളിൽ, വലിയ ഹിമാലയത്തിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ വലിയ പർവ്വതത്തിൻ്റെ മുകളിലൊക്കെ ഉയരം കൂടുകയാണ്. അതിനനുസരിച്ചിട്ട് ഊഷ്മാവ് ഇങ്ങനെ കുറഞ്ഞു വരിക ചെയ്യുക. മൗണ്ടൻ ടോപ്സ് കൂളർ ദാൻ വാലീസ്. വാലീസിനെക്കാട്ടിലും തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ് മൗണ്ടൻ ടോപ്സ്. ഉയരം കൂടുന്തോറും ഞാൻ ഊഷ്മാവ് കുറഞ്ഞു വരിക എന്ന് പറഞ്ഞു. ആ റേറ്റിനെ പറഞ്ഞ പേരാണ് ELR. വളരെ പ്രധാനമാണത്. എൻവയോൺമെൻറ്റൽ ലാപ്സ് റേറ്റ്. ദ റേറ്റ് അറ്റ് വിച്ച് ദ ടെമ്പറേച്ചർ ഡിക്രീസസ് ത്രോ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് ഊഷ്മാവ് കുറഞ്ഞു വരുന്നുണ്ട്. ഈ പ്രതിഭാസത്തെ പറഞ്ഞ പേരാണ് ELR, എൻവയോൺമെൻറ്റൽ ലാപ്സ് റേറ്റ്. ഇത് 6.5 ഡിഗ്രി C പെർ കിലോമീറ്റർ. ഒരു കിലോമീറ്റർ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് 6.5 ഡിഗ്രി C കുറഞ്ഞു വരുന്നു. എൻവയോൺമെൻറ്റൽ ലാപ്സ് റേറ്റ് ഈ ട്രോപ്പോസ്ഫിയർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എൻവയോൺമെൻറ്റൽ ലാപ്സ് റേറ്റ്, ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് ഊഷ്മാവ് കുറയുന്നു. ഇത് പ്രതിഭാസമാണ് ELR, റേറ്റ് അറ്റ് വിച്ച് ദ ടെമ്പറേച്ചർ ഡിക്രീസസ് ത്രോ ട്രോപ്പോസ്ഫിയർ 6.5 ഡിഗ്രി C പെർ കിലോമീറ്റർ. ഒരു കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ 6.5 ഡിഗ്രി C ഊഷ്മാവ് കുറയും. ഇപ്പോൾ 2 കിലോമീറ്റർ പോകുമ്പോൾ 13 ഡിഗ്രി C കുറയും. ആ രീതിയിൽ കുറവാണ് ട്രോപ്പോസ്ഫിയറിൽ സംഭവിക്കുന്നത്. ലെയേഴ്സ് ഓഫ് ദ എർത്ത് അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു വെർട്ടിക്കൽ ഫിഗർ ഉണ്ട്. ആ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, അതൊന്ന് ശ്രദ്ധിക്കണം. അതിന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറഞ്ഞു വരികയാണ്. അതിനുശേഷം സ്ട്രാറ്റോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ മുകൾ ഭാഗത്തെ ട്രോപ്പോപോസ് എന്ന് വിളിക്കും. ആ ചിത്രത്തിൽ കാണാതെ ട്രോപ്പോപോസ് കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് വർദ്ധിക്കുന്ന പ്രതിഭാസമാണുള്ളത്. അത് ആ ചിത്രത്തിൽ കാണാം. അതിനുശേഷം മീസോസ്ഫിയർ എന്ന് പറഞ്ഞ ഭാഗം നോക്കൂ. അവിടെ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറഞ്ഞു വരിക ചെയ്യുക. അപ്പോൾ ഈ ഫിഗർ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. ടോപ്പ് ഓഫ് ദ ട്രോപ്പോസ്ഫിയറിൻ്റെ മുകൾ ഭാഗത്തെ നമുക്ക് ട്രോപ്പോപോസ് എന്ന് പറയാം. അത് -60 ഡിഗ്രി C ആണ് അവിടുത്തെ ഊഷ്മാവും ഉയരം കൂടുന്തോറും കുറഞ്ഞു വന്ന് -60 ഡിഗ്രി C വരെ എത്തുന്നു. ആ ഭാഗത്തെ നമുക്ക് ട്രോപ്പോപോസ് എന്ന് വിളിക്കാം. ട്രോപ്പോപോസിന് മുകളിൽ കാണപ്പെടുന്ന ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ ആ ചിത്രത്തിൽ ഉണ്ട്, അത് നോക്കാം. സ്ട്രാറ്റോസ്ഫിയർ ഏകദേശം 50 കിലോമീറ്റർ, എർത്ത് സർഫസ് നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു. എർത്തിൻ്റെ ഏറ്റവും ഉപരിതലത്തിൽ നിന്ന് ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ ട്രോപ്പോപോസ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. എയർ ഫ്ലോ ഈസ് മോസ്റ്റ്ലി ഹൊറിസോണ്ടൽ. ആ പ്രദേശത്ത് വായുവിൻ്റെ സഞ്ചാരമൊക്കെ ഹൊറിസോണ്ടലായിരിക്കും, തിരശ്ചീനമായിരിക്കും. ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് ഊഷ്മാവ് വർദ്ധിക്കുന്ന പ്രദേശമാണിത്. സ്ട്രാറ്റോസ്ഫിയർ ഹാസ് ഓൾമോസ്റ്റ് നോ വെതർ. പ്രത്യേകിച്ച് അവിടെ കാലാവസ്ഥയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. -60 ഡിഗ്രി സിയിൽ നിന്നും -3 ഡിഗ്രി C വരെ ഉയരുകയാണ് അവിടുത്തെ ടെമ്പറേച്ചർ. ഇതിന് കാരണം, സ്ട്രാറ്റോസ്ഫിയറിൽ ഊഷ്മാവ് വർദ്ധിക്കാൻ കാരണം അബ്സോർപ്ഷൻ ഓഫ് അൾട്രാവയലറ്റ് ലൈറ്റ് ബൈ ഓസോൺ ലെയർ ഉള്ള പ്രദേശമാണിത്. ഓസോൺ ഉള്ള പ്രദേശമാണ്. ഓക്സിജനും
ഓക്സിജൻ ആറ്റവും ഒരു ഓക്സിജൻ തന്മാത്രയും ആറ്റവും കൂടി ചേർന്നിട്ട് O3 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നു. അങ്ങനെ ഹീറ്റ് എനർജി അബ്സോർവ് ചെയ്യുന്ന പ്രവർത്തനം ഇവിടെ നടക്കുന്നു. അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്യാൻ ഓസോണിന് കഴിവുണ്ട്. അതുകൊണ്ട് ആ പ്രദേശം സ്ട്രാറ്റോസ്ഫിയർ എന്ന ഭാഗത്ത് ഉയരം കൂടുന്തോറും ഊഷ്മാവ് കൂടി വരുന്ന പ്രതിഭാസമാണുള്ളത്. -60°C മുതൽ -3°C വരെ ഉയരാം. 30 കിലോമീറ്റർ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്ററുള്ള ഭാഗത്ത് നെക്രേഷ്യസ് ക്ലൗഡ് കാണപ്പെടുന്നുണ്ട്. ആ ക്ലൗഡ് ഒരു പ്രത്യേകതരം മേഘമാണിത്. അവിടെ മദർ ഓഫ് പേൾ എന്ന് വിളിക്കാറുണ്ട്. ആ മേഘത്തെ ഐസും സൂപ്പർ കൂൾഡ് വാട്ടറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രദേശമാണിത്. ആ ഒരു മേഘമാണിത്. അതാണ് മദർ ഓഫ് പേൾ എന്ന് വിളിക്കുന്നത്. നെക്രേഷ്യസ് ക്ലൗഡാണത്. ഏകദേശം 30 കിലോമീറ്റർ പ്രദേശത്താണത് കാണപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓസോൺ ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ ഊഷ്മാവ് വർദ്ധിക്കാൻ കാരണം. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഊഷ്മാവ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഭൂമി ഒരു നല്ല ഗ്രഹമായിട്ട് മാറിയിരിക്കുന്നത്. അതായത് ഭൂമി തണുത്ത് ഉറഞ്ഞു പോകാത്തതിൻ്റെ കാരണം ഈ ഓസോൺ ലെയറാണ്. ഓസോൺ ലെയറാണ് നമുക്ക് അന്തരീക്ഷത്തെ ചൂടായിട്ട് നിലനിർത്തുന്നത്. ഈ അന്തരീക്ഷത്തിലെ ഈ ഓസോൺ ലെയറിന് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഡിപ്ലീഷൻ സംഭവിക്കുന്നുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഓസോൺ ലെയർ നമ്മളൊരു കുട പോലെ കാത്തു സൂക്ഷിക്കുകയാണ്. അൾട്രാവയലറ്റ് വികിരണങ്ങളെ അബ്സോർഷൻ മൂലം അൾട്രാവയലറ്റ് വികിരണങ്ങൾ മുഴുവനായിട്ട് ഭൂമിയിലെത്താതെ അത് അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ആണ് നമുക്ക് അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ സംഭവിക്കുന്നു. അതിന് കാരണം കാർബൺ അടങ്ങിയ പുക, വ്യവസായശാലകളിൽ നിന്നുള്ള ക്ലോറോഫ്ലൂറോ കാർബൺസ്, അതുപോലുള്ള കാർബൺ കോമ്പൗണ്ട്സുകൾ അന്തരീക്ഷത്തിലേക്ക് വല്ലാതെ വരുന്നതിൻ്റെ ഫലമായിട്ട് അത് ഓസോണിന് കേട് സംഭവിക്കുന്നു. അങ്ങനെ ഓസോണിൽ സുഷിരങ്ങൾ വീഴുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലേറെ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലെത്തുന്നു. അങ്ങനെ ചൂട് കൂടിയിട്ട് അത് ആഗോള താപനം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നു. ഇത് നമ്മുടെ പാരിസ്ഥിതിക പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഉയരം കൂടുന്തോറും സ്ട്രാറ്റോസ്ഫിയറിൽ ഊഷ്മാവ് കൂടുക എന്ന് പറഞ്ഞു. ആ കൂടുന്ന ആ മുകൾ ഭാഗത്തെ ആ പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റോപോസ്. സ്ട്രാറ്റോപോസ് കഴിഞ്ഞാൽ പിന്നെ മീസോസ്ഫിയർ എന്ന് പറയുന്ന മേഖലയിലേക്കാണ് അന്തരീക്ഷം പോകുന്നത്. അടുത്തത് മീസോസ്ഫിയർ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ മുകളിലുള്ള ഭാഗമാണ്. സ്ട്രാറ്റോസ്ഫിയർ പറഞ്ഞാൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് വർദ്ധിക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഊഷ്മാവ് കുറയുന്ന ഭാഗമാണ് മീസോസ്ഫിയർ. 50 കിലോമീറ്റർ മുതൽ ഏകദേശം ഒരു 80 കിലോമീറ്റർ വരെ. നമുക്കറിയാം ഹോമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ വരെയാണ്. ഇപ്പോൾ ഹോമോസ്ഫിയറിൽ ഉള്ളിലുള്ള ഭാഗം തന്നെയാണ് ഈ മീസോസ്ഫിയർ. ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉള്ള ഭാഗം. ടെമ്പറേച്ചർ ഡിക്രീസസ് റാപ്പിഡ്ലി. ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് തന്നെ അവിടെ കുറയുന്നു. ഏറ്റവും കോൾഡസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും ഊഷ്മാവ് ഏറ്റവും കുറഞ്ഞ പ്രദേശമാണ് ഈ മീസോസ്ഫിയർ. ഏകദേശം -120 ഡിഗ്രി ഊഷ്മാവ് വരെ എത്താറുണ്ട്. എന്നുവെച്ചാൽ 0 ഡിഗ്രി അറിയാൻ നമുക്ക്. തണുപ്പ് ഏറ്റവും കൂടുതലുള്ള സ്ഥലം നമുക്ക് അറിയുന്നതാണ്. ഐസുള്ള സ്ഥലം അതിനേക്കാൾ താണ് -120°C വരെ എത്താം മീസോസ്ഫിയറിലെ ടെമ്പറേച്ചർ. ആ ഏറ്റവും താണ ഊഷ്മാവായിട്ട് അറിയപ്പെടുന്ന ഭാഗത്തെ മീസോസ്ഫിയറിൻ്റെ മുകൾ ഭാഗത്തെ മീസോപോസ് എന്ന് പറയുന്നു. ഈ മീസോപോസ് എന്ന് പറയുന്ന ഭാഗമാണ് മീസോസ്ഫിയറിനെയും അടുത്ത ഭാഗമായ തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. മീറ്റിയോറും അതർ ഡെബ്രിസ്, ഈ അന്തരീക്ഷത്തിൽ നിന്നും വരുന്ന ബഹിരാകാശത്ത് നിന്ന് വരുന്ന മീറ്റിയോർ, ഉൽക്കകളും മറ്റു ഉൽക്കാശിലകളും ഗ്രാവിറ്റിയുടെ ഫലമായിട്ട് താഴത്തേക്ക് വരുന്നൊരു പ്രോസസ്സുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ഫ്രിക്ഷൻ്റെ ഫലമായിട്ട്, ഘർഷണത്തിൻ്റെ ഫലമായിട്ട് അത് കത്തുന്നത് കാണാം. ആ കത്തി എരിയുന്ന ഭാഗമാണ് ഈ മീസോസ്ഫിയർ എന്ന് പറയും. മീറ്റിയോർ ആൻഡ് അതർ ഡെബ്രിസ് ബിഗിൻസ് ടു ബേൺ. അത് കത്താൻ ആരംഭിക്കുന്ന ഭാഗമാണ് ഈ മീസോസ്ഫിയർ. മീസോസ്ഫിയറിൻ്റെ മുകൾ ഭാഗത്തെ മീസോപോസ് എന്ന് പറയുന്നു. അവിടെയാണ് ഏറ്റവും താണ ഊഷ്മാവ്. അതിനുശേഷം
കാണുന്ന ഭാഗമാണ് തെർമോസ്ഫിയർ ആൻഡ് അയണോസ്ഫിയർ. തെർമോസ്ഫിയർ എബോവ് ദ മീസോസ്ഫിയർ, മീസോസ്ഫിയറിന് എബോവ് മുകളിലുള്ള ഭാഗമാണ്. എക്സോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗത്തിന് താഴെയുള്ളതാണ്. ഏകദേശം 85 കിലോമീറ്റർ മുകളിൽ കാണപ്പെടുന്ന ഭാഗമാണ്. അപ്പോൾ തെർമോസ്ഫിയർ 85 കിലോമീറ്ററിന് ശേഷമുള്ള ഭാഗമെന്ന് പറയാം. അത് മെല്ലെ ഹോമോസ്ഫിയർ കഴിഞ്ഞ് ഹെറ്ററോസ്ഫിയറിലേക്ക് നീങ്ങുന്ന ഭാഗം കൂടി ആണിത്. ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ആക്ടിറ്റ്യൂഡ്, ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് വർദ്ധിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ തെർമോസ്ഫിയർ. ഡ്യൂ ടു അബ്സോർപ്ഷൻ ഓഫ് ഹൈലി എനർജറ്റിക് സോളാർ റേഡിയേഷൻ, സോളാർ റേഡിയേഷൻ്റെ അബ്സോർപ്ഷൻ കൂടുതൽ നടക്കുന്ന മേഖലയാണ് ഈ തെർമോസ്ഫിയർ. ഈ മേഖല സ്പേസിലേക്ക്, ശൂന്യാകാശത്തിലേക്കും അങ്ങനെ തെർമോപോസ് എന്ന് പറയുന്ന ഭാഗത്തേക്കും നീങ്ങുന്നുണ്ട്. ഏകദേശം 100 കിലോമീറ്ററിന് അപ്പുറത്തുള്ള ഭാഗത്തെ നമുക്ക് ഹെറ്ററോസ്ഫിയർ എന്ന് പറയാം. അപ്പോൾ ഹെറ്ററോസ്ഫിയർ ഉള്ള ഭാഗത്തേക്ക് കൂടി ഈ തെർമോസ്ഫിയർ നീങ്ങുന്നുണ്ട്. ഹെറ്ററോസ്ഫിയറിൻ്റെ ലോവസ്റ്റ് ഭാഗത്തെ തെർമോസ്ഫിയർ എന്ന് പറയാം. അതായത് ഹോമോസ്ഫിയറിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെ തെർമോസ്ഫിയർ എന്ന് പറയാം. ഹോമോസ്ഫിയറിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെ തെർമോസ്ഫിയർ എന്ന് പറയാം. അതല്ലെങ്കിൽ ഹെറ്ററോസ്ഫിയറിൻ്റെ ഏറ്റവും അടിഭാഗത്തെ തെർമോസ്ഫിയർ എന്ന് പറയാത്ത തെർമോസ്ഫിയർ മെല്ലെ മുകളിലേക്ക് കയറി പോകുന്നതിനനുസരിച്ചിട്ട് ഹെറ്ററോസ്ഫിയർ ആയിട്ട് മാറുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ഹോട്ടസ്റ്റ് റീജിയൻ. ഇത് ഏറ്റവും കൂടുതൽ ഊഷ്മാവുള്ള പ്രദേശമാണെന്നെങ്കിൽ പറയാം. പക്ഷേ അത്ര ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതേസമയം ചൂടുള്ള പ്രദേശമാണ്, പക്ഷെ അത്ര ഫീൽ ചെയ്യാത്ത ഒരു പ്രദേശം കൂടിയാണിത്. ഇറ്റ് ഈസ് സോ നിയർ വാക്വം. അത് ആ പ്രദേശം വായുവിൻ്റെ അളവ് കുറവുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്ത പ്രദേശമാണ്. അതുകൊണ്ട് ചൂടുണ്ടെങ്കിലും അത് അനുഭവപ്പെടില്ല. കാരണം അതിലെ തന്മാത്രകൾ തമ്മിൽ വളരെ 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 അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ചൂടുണ്ടെങ്കിലും അത് അനുഭവപ്പെടുന്നില്ല. അപ്പർമോസ്റ്റ് പോർഷൻ ഓഫ് ദ തെർമോസ്ഫിയറിൻ്റെ അപ്പർമോസ്റ്റ് പോർഷനെ നമുക്ക് തെർമോപോസ് എന്ന് വിളിക്കാം. ഈ തെർമോപോസിൻ്റെ അപ്പുറത്ത് ഹൈഡ്രജനും ഹീലിയവും ഒക്കെയാണ് കൂടുതലുള്ളത്. വിത്തിൻ ദ തെർമോസ്ഫിയർ തന്നെയാണ് നമ്മൾ അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് കൂടുതൽ അയോണുകൾ ഉണ്ടായിത്തീരും. അയോണുകളുടെ ഒരു പ്രവാഹമുള്ള സ്ഥലമാണ്. അവിടെ പദാർത്ഥങ്ങളൊക്കെ അയോണുകൾ, ചാർജുള്ള കണികകളായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് അവിടെ വൈദ്യുത പ്രവാഹത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചാലകമായിട്ടുള്ള ഒരു പ്രദേശമാണിത്. അവിടെ ചാർജ് പാർട്ടിക്കിൾസാണ് കൂടുതൽ ഉണ്ടാവുക. ഏകദേശം ഒരു 80 മുതൽ 300 കിലോമീറ്റർ ഉയരമുള്ള പ്രദേശത്താണ് ഈ അയണോസ്ഫിയർ കാണപ്പെടുന്നത്. ഇവിടെ ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് റീജിയനാണിത്. ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ഒരു റീജിയനാണ്. അതുകൊണ്ട് തന്നെ ചാലകമാണിത്. അതുകൊണ്ട് റേഡിയോ ട്രാൻസ്മിഷനൊക്കെ കൂടുതൽ സാധ്യമാക്കുന്ന പ്രദേശം കൂടിയാണ് ഈ അയണോസ്ഫിയർ. This layer makes long distance radio communication possible. It is capable of reflecting radio signals back to Earth. ഏറ്റവും കൂടുതൽ ചാലകമുള്ള പ്രദേശമാണെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് റേഡിയോ കമ്മ്യൂണിക്കേഷൻ സുഗമമായിട്ട് നടക്കും. നമ്മുടെ റേഡിയോ പ്രേക്ഷണത്തെ സാധ്യമാക്കുന്ന മേഖല കൂടിയാണിത്. ദിസ് ലെയർ മേക്സ് ലോങ് ഡിസ്റ്റൻസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ as it is capable of reflecting radio signals. റേഡിയോ സിഗ്നൽസിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ബാക്ക് ടു എർത്ത്, ഭൂമിയുടെ ഏതെങ്കിലും റേഡിയോ നിലയത്തിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ റിസീവിങ് കേന്ദ്രത്തിലേക്ക് റേഡിയോ സിഗ്നൽസിനെ തിരിച്ചുവിടാൻ കഴിവുള്ള മേഖല കൂടിയാണിത്. എറോറാസ്. എന്താണ് എറോറാസ്? നോർത്തേണും സൗത്തേൺ പോളാർ റീജിയനിലുള്ള കണ്ണഞ്ചിക്കുന്ന ലൈറ്റിനെയാണ് എറോറാസ് എന്ന് പറയുക. ഇതും തെർമോസ്ഫിയർ കാണുന്ന ഒരു പ്രതിഭാസമാണ്. അറോറാസ് ആൾസോ ഒക്കർ ഇൻ ദ തെർമോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അറോറൽ ഡിസ്പ്ലേസ് കൺസിസ്റ്റിംഗ് ഓഫ് അട്രാക്റ്റീവ് കളേഴ്സ് are the visible result of collisions between molecules in the atmosphere and incoming particles in the solar wind, trapped by and traveling along magnetic field lines towards earth poles. Auroral display ഒക്കെ കാണുന്ന പ്രദേശം കൂടിയാണിത്. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന സൗരക്കാറ്റ് അല്ലെങ്കിൽ സോളാർ വിൻഡ്
അന്തരീക്ഷ തന്മാത്രകളുമായി കൂട്ടിമുട്ടുമ്പോൾ വ്യത്യസ്തങ്ങളായ വർണ്ണരാജികൾ ഉണ്ടാകുന്നു. ഈ വർണ്ണ വിസ്മയ കാഴ്ചയെയാണ് അറോറ എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലാണ് ദൃശ്യമാകുന്നത്. ബഹിരാകാശ വാഹനങ്ങളുടെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയങ്ങളുടെയും സഞ്ചാരപഥം എക്സോസ്ഫിയറിൻ്റെ മധ്യഭാഗം മുതൽ മുകൾ ഭാഗം വരെയുള്ള മേഖലകളിലാണ്. അപ്പോൾ അറോറ വളരെ മനോഹരമായ ഒരു ദൃശ്യമാണത്. അത് ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലാണത് അത് നമുക്ക് കാണുന്നത്. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന സൗരക്കാറ്റ് സോളാർ വിൻഡ് നമ്മുടെ ഭൗമ കാന്തിക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ തന്മാത്രകളുമായിട്ട് കൂട്ടിമുട്ടുന്നു. അതിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള വർണ്ണരാജികൾ ഉണ്ടാകുന്നു. നല്ല ഭംഗിയുള്ള കളർ വർണ്ണരാജികൾ ഉണ്ടാകുന്നു. ഈ വർണ്ണരാജികളെ വിളിക്കുന്ന ഇങ്ങനെയുള്ള വിസ്മയ കാഴ്ചയെ വിളിക്കുന്നതാണ് അറോറ. ഇത് ഈ തെർമോസ്ഫിയറിലെ അയണോസ്ഫിയറിലെയും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. മറ്റൊന്ന് നമ്മൾ സാധാരണ പറയുന്നതാണ് വെതർ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. വെതർ ആൻഡ് ക്ലൈമറ്റ്, ഡെയിലി ചേഞ്ചസ് ഇൻ ദ ട്രോപ്പോസ്ഫിയർ കാണുന്ന ഡെയിലി സാധാരണ ചേഞ്ചസിനെ നമ്മൾ വെതർ എന്ന് വിളിക്കും. ലോങ് ടേം ആയിട്ട് ആവറേജ് കണ്ടീഷൻസ് ആർ റിലേറ്റഡ് ടു എസ് ക്ലൈമറ്റ്. ലോങ് ടേമിലുള്ള ആവറേജ് കണ്ടീഷൻസിനെ നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നു. വെതർ ഈസ് മോർ എക്സ്ട്രീം ദാൻ climate, meaning that daily changes of temperature, precipitation, pressure and wind are greater than the long term extremes of climate. Climate refers to long term average condition. Climate എന്ന് പറഞ്ഞത് ലോങ് ടേം ആയിട്ടുള്ള ആവറേജ് കണ്ടീഷനാണ്. ഇറ്റ് ഈസ് മോർ മോഡറേറ്റ്. അതായത് ഒരു ദിവസത്തെ ഇന്ന് അതിശക്തമായ മഴയുണ്ട് എന്ന് പറയുന്നു, ഇന്ന് ശക്തമായ വെയിലുണ്ട് എന്ന് പറയുന്നു, ഇന്ന് ശക്തമായ കാറ്റുണ്ട് എന്ന് പറയുന്നു, ഇന്നത്തെ ടെമ്പറേച്ചർ ഇതാന്നൊക്കെ പറയുന്നു. ഇതൊക്കെ വെതറാണ്. അതേസമയം ഒരു മാസമായിട്ട് നമ്മൾ കാണിക്കുന്ന ഇപ്പോൾ മഴക്കാലമാണ് അല്ലെങ്കിൽ വരണ്ട കാലാവസ്ഥയാണ് എന്ന് പറയുന്നത് ക്ലൈമറ്റാണ്. അപ്പോൾ ലോങ് ടേമിനെ ഉദ്ദേശിച്ചിട്ടാണ് ക്ലൈമറ്റ് പറയുന്നത്. വളരെ ഷോർട്ട് ടേമായിട്ട് ഒരു ദിവസത്തെ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ വെതർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെതർ ആൻഡ് ക്ലൈമറ്റ് അത് എന്താണെന്നൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അടുത്തത് എക്സോസ്ഫിയർ. തെർമോപോസിന് മുകളിൽ കാണപ്പെടുന്ന ഭാഗമാണ് ദിസ് എക്സോസ്ഫിയർ. ബിയോണ്ട് ദ തെർമോസ്ഫിയറിന് മുകളിൽ കാണപ്പെടുന്ന ഭാഗമാണ്. അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയാം. 700 കിലോമീറ്ററിന് മുകളിൽ കാണപ്പെടുന്ന ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. കോമ്പോസ്റ്റ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. ഹൈഡ്രജനും ഹീലിയവുമാണ് കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ കാണപ്പെടുന്നുണ്ട്. ഹൈഡ്രജനും ഹീലിയം, സം ഹെവിയർ മോളിക്യൂൾസ് സച്ച് ആസ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ക്ലോസർ ടു ഇറ്റ്സ് ലോവർ ലെയേഴ്സിലൊക്കെ ഇത്തരം പദാർത്ഥങ്ങൾ കൂടി കാണപ്പെടുന്നുണ്ട്. എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? നമുക്കറിയാം, എർത്ത് സർഫസ് റേഡിയേറ്റ്സ് ഹീറ്റ് ബാക്ക് ടു ദ അറ്റ്മോസ്ഫിയർ. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ഭൂമിയിൽ കുറേ എത്തുന്നു. അങ്ങനെ ഭൂമിയിൽ വന്ന് തട്ടിയിട്ട് തിരിച്ച് സ്പേസിലേക്ക് തന്നെ പോകുന്നുണ്ട്. കുറേയൊക്കെ നമ്മുടെ അന്തരീക്ഷം അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഈ അന്തരീക്ഷം അബ്സോർവ് ചെയ്യുക എന്ന് പറയുന്ന അർത്ഥം അന്തരീക്ഷത്തിന് അബ്സോർവ് ചെയ്യണമെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വേണം. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഹീറ്റിനെ അബ്സോർവ് ചെയ്യുന്നത്. ആ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, വാട്ടർ വേപ്പർ തുടങ്ങിയൊക്കെ. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉള്ളത് കൊണ്ടാണ് ഭൂമി തണുത്തുറഞ്ഞു പോകാതെ ഇരിക്കുന്നത്. അപ്പോൾ ഭൂമിയെ ഈ ചൂടായിട്ട് നിലനിർത്തുന്ന വാതകങ്ങളാണ് ഗ്രീൻ ഹൗസ് വാതകങ്ങൾ. ആ ഗ്രീൻ ഹൗസ് വാതകങ്ങളാണ് മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, വാട്ടർ വേപ്പർ. ഇതൊക്കെയാണ് ഗ്രീൻ ഹൗസ് വാതകങ്ങൾ. ഇവ ഭൂമിയെ ചൂടാക്കി നിലനിർത്താൻ സഹായിക്കുന്നു. എന്നാൽ ഈ ഗ്രീൻ ഹൗസ് വാതകങ്ങളിലെ അളവിൽ വ്യത്യാസം വരികയാണെങ്കിൽ ഇവയുടെ അബ്സോർപ്ഷൻ നിരക്ക് കൂടുകയും
അങ്ങനെ ചൂട്, ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂട് വല്ലാതെ വർദ്ധിക്കുകയും ചെയ്യുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. കാർബൺ അടങ്ങിയ പുക, വ്യവസായശാലകളിൽ നിന്ന് വരുന്ന കാർബൺ അടങ്ങിയ പദാർത്ഥങ്ങൾ, മനുഷ്യനിർമ്മിതമായ പദാർത്ഥങ്ങൾ, ക്ലോറോ ഫ്ലൂറോ കാർബൺ തുടങ്ങിയുള്ള ഒരുപാട് പദാർത്ഥങ്ങൾ, CFC, ഇങ്ങനത്തെ ഒരുപാട് പദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായിട്ട് ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ അളവ് കൂടുന്നു. അങ്ങനെ അളവ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നു. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഇതിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ ചൂട് കൂടിയാൽ അതിനെ ആഗോളതാപനം എന്ന പേരിൽ അറിയപ്പെടുന്നു, ഗ്ലോബൽ വാർമിംഗ്. ഇതിൻ്റെ ഫലമായിട്ട് ധ്രുവമേഖലയിലെ മഞ്ഞുരുകുന്നു. അങ്ങനെ അത് ജലമായിട്ട് സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ സമുദ്രത്തിൻ്റെ നിരപ്പ് ഉയരുന്നു. അങ്ങനെ വെള്ളപ്പൊക്കവും അതുപോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഗ്ലോബൽ വാർമിംഗ്, അതുപോലെ സീ ലെവൽ റൈസ്. ഇതിനൊക്കെ സാധ്യതകൾ ഉണ്ട് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൻ്റെ ഫലമായിട്ട്. ഹരിതാലയ പ്രഭാവം എന്ന് നമ്മൾ പറയുന്നു, മലയാളത്തിൽ ഹരിതാലയ പ്രഭാവം. ഹരിതഗ്രഹ പ്രഭാവം, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ എത്തുന്ന സൂര്യപ്രകാശമാണ് ഭൂമിയുടെ ഉപരിതലത്തെ ചൂടുപിടിപ്പിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ഭൂമിയിലേക്ക് എത്തുന്ന സൂര്യപ്രകാശം അതാണ് ഭൂമിയെ ചൂടുപിടിപ്പിക്കുന്നത്. ഈ സൂര്യപ്രകാശം മുഴുവനായിട്ട് മുഴുവനായിട്ട് എത്തില്ല. കുറേ ഭൂമിയിലെത്തുന്നു, കുറേ പ്രതിഫലിച്ച് ശൂന്യാകാശത്തിലേക്ക് തന്നെ പോകുന്നു. കുറേ ഭാഗം ഹരിതഗ്രഹവാതകങ്ങളാൽ ആഗിരണം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ ചൂടുണ്ടാകുന്നത്. ഈ ഹരിതഗ്രഹവാതകങ്ങൾ ഭൗമോപരിതലത്തിനടുത്ത് വെച്ച് സൂര്യപ്രകാശത്തിലെ താപോർജ്ജത്തെ ആഗിരണം ചെയ്യുന്ന പ്രക്രിയയാണ് ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറഞ്ഞാൽ ഹരിതഗ്രഹവാതകങ്ങൾ ഭൂമിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ താപോർജ്ജത്തെ ആഗിരണം ചെയ്യുന്ന പ്രതിഭാസത്താണ്. ഭൂമിയിലെ ചൂടിനെ ഹരിതഗ്രഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തെ ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയാം. ഹരിതഗ്രഹ പ്രഭാവം ഇല്ലെങ്കിൽ ഭൂമി തണുത്തുറഞ്ഞിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആയിത്തീരുമായിരുന്നു. പക്ഷേ ഹരിതഗ്രഹവാതകങ്ങളുള്ളത് കൊണ്ട് നമ്മുടെ ചൂടിനെ നിലനിർത്തുന്നു. പ്രധാനപ്പെട്ട ഹരിതഗ്രഹവാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ജലബാഷ്പം തുടങ്ങിയവ. ഇവ ഉള്ളതുകൊണ്ടാണ് ഭൂമിയിൽ ചൂട് നിലനിർത്തുന്നത്. ഒരു കവചം പോലെ നമ്മെ കാത്തു സൂക്ഷിക്കുന്നത് അന്തരീക്ഷമാണ്. ഭൂമിയെ ഒരു രക്ഷാകവചം പോലെ, ഒരു പുതപ്പ് പോലെ, കമ്പിളി പുതപ്പ് പോലെ നമ്മളെ ഉറപ്പിച്ച് നിർത്തുന്നത് അന്തരീക്ഷമാണ്. ഇപ്പോൾ ഈ സമീപകാലത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിൽ മാറ്റം വരുന്നുണ്ട്. ഇത് പല പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ആഗോള താപനം ഉണ്ടാകുന്നത്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഫലമായിട്ട് പല പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഭൂമിയിലുണ്ടാകുന്നു. ധ്രുവമേഖലയിലെ മഞ്ഞുരുകുന്നു, അത് സമുദ്രത്തിലേക്ക് വരുന്നു ആ വെള്ളം. അങ്ങനെ സമുദ്രത്തിൻ്റെ ജലനിരപ്പ് ഉയരുന്നു. അങ്ങനെ പല പാരിസ്ഥിതിക പല ജീവജാലങ്ങൾ ഇല്ലാണ്ട് വന്ന് കോറൽ റീഫിനൊക്കെ കേട് സംഭവിക്കുന്നു. അങ്ങനെ കടലിൽ പല മാറ്റങ്ങളുണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായിട്ട് സ്ഥലമണ്ഡലമായ ലിത്തോസ്ഫിയറിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ലിത്തോസ്ഫിയറിലും ഹൈഡ്രോസ്ഫിയറിലും അറ്റ്മോസ്ഫിയറിലും ബയോസ്ഫിയറിലും ഒക്കെ വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുന്നു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്.